السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിച്ചതിനെ സംബന്ധിച്ചും സ്തുത്യർഹനും പ്രതാപിയുമായ അള്ളാഹുവിൻ്റെ മാർഗമാണത് എന്നും, എന്നാൽ അതിൽ നിന്ന് ജനങ്ങളെ തടയുവാനും അതിൽ വക്രത വരുത്തുവാനും നിഷേധികളായ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നും, അത്തരം ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ശേഷം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. ولقد أرسلنا موسى بآياتنا أن أخرج قومك من الظلمات إلى النور وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور. وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أنجاكم
إذ أنجاكم من آل فرعون يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാ മിർ റസൂലിൻ, ദൂതന്മാരിൽ നിന്ന്, ദൈവദൂതന്മാരിൽ നിന്ന് ഒരാളെയും നാം അയച്ചിട്ടില്ല. വമാ അർസൽന, അർസല യുർസിലു ഇർസാലൻ, അയക്കുക. മാ അർസൽന എന്ന് പറഞ്ഞാൽ നാം അയച്ചിട്ടില്ല. വമാ അർസൽന മിർ റസൂലിൻ, റസൂലുകളിൽ നിന്ന് ആരെയും നാം അയച്ചിട്ടില്ല. ഇല്ല, എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ, ബിലിസാനി ഖൗമിഹി, ആ റസൂലിൻ്റെ സമുദായത്തിൻ്റെ ലിസാനിലല്ലാതെ, ഐ ബിലുഗതി ഖൗമിഹി, ആ സമൂഹത്തിൻ്റെ ഭാഷയിലല്ലാതെ. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് അല്ലെങ്കിൽ ഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ പ്രവാചകൻ്റെ ജനത, സമൂഹം, ഉമ്മത്ത് ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അതേ ഭാഷ സംസാരിക്കുന്നവരായിക്കൊണ്ടല്ലാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. എന്തിനാണത്? ലിയുബയ്യിന ലഹും, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. ബയ്യന യുബയ്യിനു ബയാനൻ വതിബിയാനൻ, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. ഫയുദില്ലുല്ലാഹു മൻ യശാ, പിന്നീട് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു. അദല്ല യുദില്ലു ഇദ്ലാലൻ ഫയുദില്ലു മൻ യശാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ അള്ളാഹു വഴികേടിലാക്കുന്നു. വയഹ്ദി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു. ഹദാ യഹ്ദി ഹിദായ വഹുദൻ വഹുവ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അസീസ്, പ്രതാപിയാകുന്നു, അൽ ഹക്കീം, അഗാധജ്ഞനാകുന്നു. അപ്പോൾ ഈ ആയത്തിൽ വളരെ വലിയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ആദ്യം പറഞ്ഞ 3 ആയത്തുകളുടെ തുടർച്ചയാണ് ഈ ആയത്ത്. അതുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ ഇതിനുണ്ട്.
കാരണം ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ നബിയെ ഈ വേദഗ്രന്ഥം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്തുത്യർഹനായ പ്രതാപിയായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രക്രിയയാണ് പ്രവാചകന്മാരിലൂടെ, ശേഷം ഉലമാക്കളിലൂടെ, പ്രബോധകന്മാരിലൂടെ അള്ളാഹു നിശ്ചയിച്ച സംവിധാനമാണ് ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ഓപ്പോസിറ്റായ ഒരു കാര്യവും ഉണ്ടാകും. അതാണ് ذَلِكَ بِأَنَّهُمْ اسْتَحَبُّوا الْحَيَاةَ الدُّنْيَا عَلَى الْآخِرَةِ وَيَصُدُّونَ عَنْ سَبِيلِ اللَّهِ وَيَبْغُونَهَا عِوَجًا الَّذِينَ يَسْتَحِبُّونَ الْحَيَاةَ الدُّنْيَا عَلَى الْآخِرَةِ وَيَصُدُّونَ عَنْ سَبِيلِ اللَّهِ وَيَبْغُونَهَا عِوَجًا. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ശരിയായ മാർഗത്തിൽ വക്രത ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. ഒന്ന്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവാചകന്മാർ. മറ്റൊന്ന്, ആ പ്രകാശത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ഇരുട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ത്വാഗൂത്തിൻ്റെ ആളുകൾ. വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്. സത്യനിഷേധികളുടെ വലി എന്ന് പറയുന്നത് ത്വാഗൂത്താണ്, അഥവാ പിശാചാണ്, ഇബ്ലീസാണ്. അവൻ ജനങ്ങളെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നവരുണ്ട്, പ്രവാചകന്മാരാണവർ, ശേഷം പണ്ഡിതന്മാരാണ്. ഇരുട്ടിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുമുണ്ട്, വഴികേടിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു, മറുവിഭാഗം അസത്യത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ അവിടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അവർക്ക് കാര്യങ്ങൾ തെളിവ് സഹിതം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെയും ആ ജനതയുടെ ഭാഷ സംസാരിക്കുന്നവരായിട്ടാണ് അയച്ചിട്ടുള്ളത്. അറബി മാത്രം അറിയാവുന്ന അറബി സമൂഹത്തിലേക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പ്രവാചകനെ അല്ല അള്ളാഹു അയക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് ഏത് ഭാഷയാകട്ടെ, ആ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒരു റസൂല് വന്നാൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയില്ല, അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുകയില്ല, ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് മുർസലായ ഒരു റിവായത്തിൽ നമുക്ക് കാണാം, അതിൻ്റെ മഅന സ്വഹീഹാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യബ്അസില്ലാഹു നബിയ്യൻ ഇല്ലാ ബിലുഗതി ഖൗമിഹി. ഒരു നബിയെയും ആ പ്രവാചകൻ്റെ ജനതയുടെ ഭാഷ സംസാരിക്കുന്നവരായിക്കൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടില്ല. ഈ കാര്യം പറയുന്നിടത്ത് മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നുണ്ട്. അത് മറ്റൊരിടത്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്, പക്ഷേ ഈ ആയത്തിനെയാണ് അദ്ദേഹം തെളിവാക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കാന മഅലൂമൻ അന്നഹു ഗൈറു ജായിസിൻ അൻ യുഖാതിബ ജല്ല ദിക്റുഹു അഹദൻ മിൻ ഖൽഖിഹി ഇല്ലാ ബിമാ യഫഹമുഹുൽ മുഖാതബ്. അല്ലാഹുവിന്, ഖാലിഖായ റബ്ബിന് അനുയോജ്യമല്ല എന്ത്? മുഖാത്തബുകളായ അഥവാ അഭിസംബോധിതരായ ജനതക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്നവരെ അയക്കുക എന്നത് പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിന് യോജിച്ചതേയല്ല. കാരണം എന്തിനാണ് റസൂലുകൾ അയക്കുന്നത്? കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. എന്നാൽ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ഭാഷ വേറെയും കേൾക്കുന്ന ആളുകളുടെ ഭാഷ വേറെയുമാണെങ്കിൽ ഈ കാര്യം എങ്ങനെ നടക്കും? അതുകൊണ്ട് തന്നെ റബ്ബിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കാവതല്ല. വലാ യുർസിലു ഇലാ അഹദിൻ മിൻഹും റസൂലൻ ബിരിസാലത്തിൻ ഇല്ലാ ബിലിസാനിൻ വബയാനിൻ യഫ്ഹമുഹുൽ മുർസലു ഇലൈഹി. ഏതൊരു ജനതയിലേക്കാണോ നിയോഗിക്കപ്പെട്ടത് ആ ജനതക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കുന്ന റസൂലുകളെ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. ശേഷം അദ്ദേഹം പറയുന്നു, ലിഅന്നൽ മുഖാതബ വൽ മുർസല ഇലൈഹി ഇല്ലം യഫ്ഹം മാ ഖൂതിബ ബിഹി وأرسل به إليه فحاله قبل الخطاب وقبل مجيء الرسالة إليه وبعده سواء. ഒരു റസൂല് വന്നിട്ട് മനസ്സിലാകാത്ത ഭാഷയിലാണ് സംസാരിച്ചതെങ്കിൽ ആ റസൂല് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയും ശേഷമുള്ള അവസ്ഥയും ഒരുപോലെ ആയിരിക്കും. കാരണം എന്താണ്? എന്താ പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂല് വരുന്നതിന് മുമ്പ് ഏതവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഒരു റസൂല് വന്നതിന് ശേഷവും. കാരണം വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ പറയുന്ന ഭാഷ മനസ്സിലായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഒരു റസൂലിനെ അയക്കാത്തതുപോലെയാണ്
മറ്റു ഭാഷയിൽ ഒരു റസൂലിനെ അയച്ചാൽ ഇത് ലം യുഫിദ്ഹുൽ ഖിതാബു വരിസാലത്തു ഷൈഅൻ കാന ബിഹി ഖബ്ല ദാലിക ജാഹില. കാരണം അതിനു മുമ്പ് അവർ ഏതൊരു വിഷയത്തിലാണോ ജഹാലത്തിലായിരുന്നത് ആ വിഷയത്തിലെ ഇൽമ് അവർക്ക് മനസ്സിലാവുന്നില്ല, പറയുന്നത് എന്താണെന്ന് തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. വല്ലാഹു ജല്ല ദിക്റുഹു യതആല അൻ യുഖാതിബ ഖിതാബൻ ഔ യുർസില റിസാലതൻ ലാ തൂജിബു ഫായിദതൻ ലിമൻ ഖൂതിബ ഔ ഉർസിലത് ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്നതനാണ്. ഒരു ഫായിദയുമില്ലാത്ത കാര്യം റബ്ബ് ചെയ്യില്ല. ഒരു ഫായിദയില്ലാത്ത കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുകയില്ല. ലിഅന്ന ദാലിക ഫീനാ മിൻ ഫിഅലി അഹ്ലിൻ നഖ്സി വൽ അബസ്. നമ്മൾ മനുഷ്യന്മാർ തന്നെ നോക്കുകയാണെങ്കിൽ നഖ്സുള്ള പോരായ്മയുള്ള ആളുകൾ, അതല്ലെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുകയുള്ളൂ. ഉപകാരമില്ലാത്ത കാര്യം ചെയ്യുന്നത് വിവരദോഷികളായ ആളുകളാണ്. അത്യുന്നതനായ റബ്ബിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒന്ന് സംഭവിക്കുകയില്ല. വല്ലാഹു തആല അൻ ദാലിക മുതആലിൻ. അല്ലാഹു അതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനാണ്. വലിദാലിക ഖാല ജല്ല സനാഉഹു ഫീ മുഹ്കമി തൻസീലി. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് അവൻ്റെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞത്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. ഏതൊരു റസൂലിനെയും ആ ജനതയുടെ ഭാഷയിലല്ലാതെ അള്ളാഹു അയച്ചിട്ടില്ല. കാരണം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വഖാലി നബിയി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടും അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. നബിയെ, ഈ കിതാബ് താങ്കൾക്ക് അവതരിപ്പിച്ച് നൽകിയത് ജനങ്ങൾക്കിത് ബയാൻ ചെയ്തു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം, ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ മുഖാത്തബ് ഖിതാബ് എന്നുള്ള വേർഡൊക്കെ ഉപയോഗിച്ചത്. അതിൽ നിന്നാണ് ഉലമാക്കൾ പറഞ്ഞത് ഖുതുബ ഏത് ഭാഷയിലായിരിക്കണം എന്നതിന് ഈ ആയത്ത് മനസ്സിലാക്കിയ ഇതിൻ്റെ തഫ്സീറും മനസ്സിലാക്കിയ ഒരാൾ രണ്ടാമതൊന്നും ആലോചിക്കൂല. ഖുതുബ മുന്നിൽ വന്നിരുന്ന് ഈ ഖതീബിൻ്റെ മുഖത്തേക്ക് അദ്ദേഹം എന്താണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്ന ആളുകളോട് അവരിൽ ഒരാൾക്ക് പോലും തിരിയാത്ത ഭാഷയിൽ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഖുതുബക്ക് വരുന്നതിന് മുമ്പ് അവരെന്തൊരവസ്ഥയിലാണോ അതേ അവസ്ഥയിലാണ് ഖുതുബ കഴിഞ്ഞു അവരിറങ്ങിപ്പോകുന്നത്. കാരണം അദ്ദേഹം പലതും ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷേ ഭാഷ അറിയാത്ത ഇവർക്കത് മനസ്സിലാവുന്നില്ല. പലതും പാടില്ല എന്ന് ഖതീബ് പറയുന്നുണ്ട്, പക്ഷേ ഭാഷ അറിയാത്ത അവർക്ക് എന്താണ് പാടില്ല എന്ന് ഖതീബ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്? അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സംസാരിക്കാൻ പഠിപ്പിച്ചതുപോലും എന്തിനാണ്? ജനങ്ങൾക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കാനാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. പരമകാരുണ്യകനായ അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ ബയാൻ പഠിപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് ബയാൻ പഠിപ്പിച്ചത്? ഖുർആൻ വിശദീകരിക്കപ്പെടണം, തൗറാത്ത് വിശദീകരിക്കപ്പെടണം, ഇൻജീൽ വിശദീകരിക്കപ്പെടണം. ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കണം. അത് അവർക്കറിയുന്ന ഭാഷയിലായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം പഠിക്കൽ വാജിബ് പോകട്ടെ സുന്നത്ത് പോലുമല്ല എന്നാണ്. മുസ്തഹബ് നല്ല കാര്യം പോലുമല്ല. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കൽ പോലും മുസ്തഹബല്ല എന്ന് പറഞ്ഞാൽ സുന്നത്ത് പോലുമല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം അവതരിപ്പിച്ചത് ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാണ്. അതിന് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടണം. അതിനെന്ത് വേണം? ആ ജനതയ്ക്ക് തിരിയുന്ന ഭാഷയിൽ സംസാരിക്കണം. അതൊരു വലിയ ദൗത്യമാണ്. അത് എൻ്റെയും നിങ്ങളുടെയും ദൗത്യമാണ്. ഏതൊരു പ്രവാചകൻ്റെയും കാലഘട്ടത്തിന് ശേഷം ആ പ്രവാചകനിൽ നിന്ന് ഇൽമ സ്വീകരിച്ച ആളുകൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൃത്യമായി പറയുന്നത്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. എന്നാൽ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടാലും ധിക്കാര മനസ്ഥിതിയുള്ള ആളുകൾ, ഹൃദയത്തിൽ കിബറുള്ള ആളുകൾ സത്യത്തെ നിരാകരിച്ചേക്കാം. അങ്ങനെ സത്യം സ്വീകരിക്കാനും അംഗീകരിക്കാനും തയ്യാറില്ലാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല വഴിതെറ്റിക്കുന്നു. ഫയുദില്ലുല്ലാഹു മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. കാരണം
സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹു നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ ഖദറാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ വഴികേടിലൂടെ സഞ്ചരിക്കും, ആരൊക്കെ ഹിദായത്തിൻ്റെ വഴി സ്വീകരിക്കുമെന്ന് റഹ്മാനായ റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു എന്ന് പറയുന്നുണ്ടോ, അതിൻ്റെ എല്ലാം മുന്നിൽ ബയാനിനെക്കുറിച്ച് പറയുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിശദീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ചിലരെന്ത് ചെയ്യുന്നത്, വഴിതെറ്റുന്നതും വേറെ ചില ആളുകൾ ഹിദായത്തിൻ്റെ വഴി സ്വീകരിക്കുന്നതും. സൂറത്തുൽ കഹ്ഫിൽ നോക്കൂ, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. ഹക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫമൻ ഷാഅ ഫൽയുക്മിൻ വമൻ ഷാഅ ഫൽയക്ഫുർ. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ നോക്കൂ, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദ ഫമാ ഫൗഖഹ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. കാര്യങ്ങളൊക്കെ അള്ളാഹു വിശദീകരിക്കും, ഉപമകൾ പറയും, എല്ലാം വ്യക്തമാക്കും. എന്നാൽ ഫാസിക്കുകളായ, അധർമ്മകാരികളായ, സത്യം സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ധിക്കാരികളായ ആളുകൾ അവർ വഴികേടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും സത്യം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന ഒരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്യും. ശേഷം വരുന്ന വചനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്മാരോട് അവരുടെ സമൂഹം പച്ചയായി പറഞ്ഞ ചില വാക്കുകൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെയുള്ള ഫാസിഖീങ്ങളെ അള്ളാഹു വഴിതെറ്റിക്കും. അതാണ് വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. അധർമ്മകാരികളെ അല്ലാതെ അള്ളാഹു വഴികേടിലാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഹക്ക് സ്വീകരിക്കാൻ ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കാണിച്ചു കൊടുക്കും. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും. മനുഷ്യരിൽ ഖൈർ അള്ളാഹു കാണുന്നുണ്ടെങ്കിൽ ഹിദായത്തിൻ്റെ വഴി അള്ളാഹു അവരെ കേൾപ്പിക്കുകയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഖൈറില്ലാത്ത ആളുകളാണ് വഴിതെറ്റിപ്പോകുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. വഴിതെറ്റിക്കുന്നതും ഹിദായത്തിലാക്കുന്നതും ആരാണ്? റഹ്മാനായ റബ്ബാണ്. പക്ഷേ അതിൻ്റെ സബബ് ആരാണ്? സൃഷ്ടികളാണ്. അതിൻ്റെ സബബ്, കാരണക്കാരാരാണ്? സൃഷ്ടികളാണ്. സൃഷ്ടികളുടെ പ്രവർത്തനത്താൽ ചിലരെ അള്ളാഹു ഹിദായത്തിലാക്കുന്നു, ചിലരെ അള്ളാഹു ലലാലത്തിലാക്കുന്നു. വഹുവ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുന്ന വിഷയത്തിലും ലലാലത്തിലാക്കുന്ന വിഷയത്തിലും റബ്ബിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഉടനെ ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് വഹുവൽ അസീസ്. അള്ളാഹു പ്രതാപിയാണ്, അഗാധജ്ഞനാണ്. വഹുവൽ അസീസു അൽ ഹക്കീം. അള്ളാഹു പ്രതാപിയും അൽ ഹക്കീം അഗാധജ്ഞനുമാണ്. ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഹ്മാനായ റബ്ബ് ഏതൊരു കാര്യവും പ്രവർത്തിക്കുന്നത്. ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും അവിടെ ലുൽമ് കാണാൻ കഴിയില്ല എന്നർത്ഥം. എവിടെയും ലുൽമ് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞത് വമാ കാനല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അള്ളാഹു ഒരിക്കലും മനുഷ്യരോട് ഒരു ലുൽമും കാണിക്കുന്നില്ല, എന്നാൽ അവർ തന്നെയാണ് അവരോട് ലുൽമ് കാണിക്കുന്നത്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്ഖാല് ദർറത്ത് പോലും, അണുമണി തൂക്കം പോലും സൃഷ്ടികളോട് അനീതിയോ അക്രമമോ കാണിക്കുന്നില്ല. അപ്പോൾ മനുഷ്യനാണ് അവൻ്റെ ഹിദായത്തിൻ്റെയും ഉത്തരവാദി, അവൻ്റെ ളലാലത്തിൻ്റെയും ഉത്തരവാദി. എന്നാൽ അവയെ ഖദറാക്കുന്നതും അവയെ സൃഷ്ടിക്കുന്നതും ആരാണ്? റഹ്മാനായ റബ്ബാണ് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടർച്ചയെന്നോണം പറയുകയാണ് 5-ാമത്തെ ആയത്തിൽ, വലഖദ് അർസൽനാ മൂസാ ബിആയാതിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ അയക്കുകയുണ്ടായി. വലഖദ് ആതൈനാ മൂസ 9 ആയാതിൻ ബയ്യിനാതിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നുണ്ട്, വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ, വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ. അവയെക്കുറിച്ച് നാം ധാരാളമായി മനസ്സിലാക്കിയതാണ്. തത്തുല്യമായ തൗറാത്ത് അടക്കമുള്ള ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുമായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു അയച്ചു.
മൂസാ നബിയെയും അള്ളാഹു എന്തിനാ അയച്ചത്? നോക്കൂ നിങ്ങൾ, അൻ അഖ്രിജ് ഖൗമക, നിന്റെ സമൂഹത്തെ പുറത്തു കൊണ്ടുവരണം, മിനല്ലുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന ആശയം എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ കൽപ്പനയാണ്. അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ നബിമാർക്കും നൽകപ്പെട്ട കൽപ്പനയാണ്. അൻ അഖ്രിജ് ഖൗമക മിനല്ലുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് താങ്കളുടെ ജനതയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം ഓ മൂസ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുമായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു അയക്കുകയുണ്ടായി. തീർന്നില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കണം. വദക്കിറുഹും ബി അയ്യാമില്ലാ, യൗമിൻ്റെ ജംആണ് അയ്യാം, ദിവസങ്ങൾ. അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തുകയും വേണം. ഏതാണ് ഈ അള്ളാഹുവിൻ്റെ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാരാളം മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തി. അതുകൊണ്ടുള്ള ഉദ്ദേശം വദക്കിറുഹും ബി അയ്യാമില്ലാ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഐ ബിൻ നിഅം, അനുഗ്രഹങ്ങളുടെ ആ ദിവസത്തെയാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. അല്ലതി അൻഅമ ബിഹാ അലൈഹിം, അള്ളാഹു അവർക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തിനെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തണം. ഏതൊക്കെയാണത്? അൻജാഹും മിൻ ആലി ഫിർഔൻ, ഫിർഔനിൻ്റെ ആളുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. വഫലഖ ലഹുമുൽ ബഹർ, സമുദ്രത്തെ അവർക്ക് വേണ്ടി പിളർത്തിക്കൊടുത്തു, ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിക്കൊടുത്തു. വവല്ലല അലൈഹിമുൽ ഗമാം, മരുഭൂമിയുടെ ചുട്ടുപഴുത്ത ചൂടിൽ നിന്ന് രക്ഷ നൽകാൻ വേണ്ടി പ്രത്യേക മേഘത്തണലുകൾ ഇട്ടുകൊടുത്തു. വ അൻസല അലൈഹിമുൽ മന്ന വസ്സൽവ, മന്നും സൽവയും ഒരു തരം കാടപ്പക്ഷിയെയും കട്ടിയുള്ള ഒരു തേൻ പോലെയുള്ള പദാർത്ഥവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉപരിലോകത്ത് നിന്ന് ഇട്ടുകൊടുത്തു. അങ്ങനെയുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ അവർക്ക് അല്ലാഹു നൽകി. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഫദ്ദൽനാഹും അലൽ ആലമീൻ, അക്കാലഘട്ടത്തിൽ ലോകത്തിലുണ്ടായിരുന്ന, അവിടെ അൽ ആലമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാലഘട്ടത്തിൽ ജീവിച്ചവരെ കുറിച്ചാണ്, അതല്ലാതെ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെക്കുറിച്ചുമല്ല. കാരണം ലോകത്ത് വരാനിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? സ്വഹാബികളാണ്. അത് കഴിഞ്ഞാൽ താബിഈങ്ങളാണ്, അത് കഴിഞ്ഞാൽ തബഉ താബിഈങ്ങളാണ്. അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, മനുഷ്യരിൽ മാനവ സമൂഹത്തിൽ ഏറ്റവും ഖൈറായത് സ്വഹാബികളാണ്, പിന്നെ അവരെ പിന്തുടർന്ന് വന്നവരാണ്. അപ്പോൾ നബിയും സ്വഹാബികളും അടങ്ങുന്ന സമൂഹമാണ് മാനവകുലത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ. അപ്പോൾ പിന്നെ യഹൂദർക്ക്, മൂസാ നബിയുടെ അനുയായികൾക്ക് ലോകരേക്കാൾ ശ്രേഷ്ഠത നൽകി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫീ ദാലിക സമാൻ, അതും തഫ്സീറുകളിലൊക്കെ കാണാം. അക്കാലഘട്ടത്തിലെ മറ്റെല്ലാ ജനതയേക്കാളും ശ്രേഷ്ഠർ നബിയുടെ അനുയായികൾ തന്നെയാണ്. അത് മൂസാ നബിയാണെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഈസാ നബിയാണെങ്കിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഇബ്രാഹിം നബിയാണെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ തുടങ്ങി ഏത് നബിയാണോ ആ നബിയുടെ കാലഘട്ടത്തിൽ ആ നബിയും നബിയുടെ ചുറ്റിലുമുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു അവർക്ക് നൽകിയില്ലേ, ആ അനുഗ്രഹങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തണം. ഇന്ന ഫീ ദാലിക്, തീർച്ചയായും അതിൽ ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയത്തിൻ്റെ ജംആണ് ആയാത്ത്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലികുല്ലി സബ്ബാരിൻ, സാബിർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവൻ, മിൻ സബറ. സബ്ബാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ഷമാലുക്കളായിട്ടുള്ള ആളുകൾ, അങ്ങേയറ്റം ക്ഷമാലുക്കളായ ആളുകൾ. അതേപോലെ തന്നെ ഷക്കൂർ, അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന ആളുകൾ. ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക, ഷക്കൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുബാലകത്തിൻ്റെ വസനാണ്. അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവരും അങ്ങേയറ്റം ക്ഷമിക്കുന്നവർക്കും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഈ ആയത്തും വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. അതിലൊന്ന് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം ജനങ്ങളെ ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. ഇത് വളരെ വലിയൊരു ദൗത്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ الناس ജമീഅ.
നിങ്ങളിൽ ഒരാൾ ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതുപോലെയാണ്. ഒരാൾക്ക് ജീവൻ നൽകിയാൽ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതുപോലെയാണ്. ഏറ്റവും വലിയ ഹയാത്ത് ഏതാണ്? റൂഹിൻ്റെ ഹയാത്താണ്, ഹൃദയത്തിൻ്റെ ഹയാത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. ഒരാൾ മരിച്ചു കിടക്കുകയായിരുന്നു. അവമൻ കാന മൈതൻ, മരിച്ചു കിടക്കുന്ന ഒരാൾ, ഫഅഹ്യൈനാ, അവന് നാം ജീവൻ നൽകി എന്ന് പറഞ്ഞാൽ ഷിർക്കിലും കുഫറിലും ലലാലത്തിലും തോന്നിവാസത്തിലും കഴിയുന്ന ഒരാൾക്ക് ഖുർആനിലൂടെ ഇസ്ലാമിനെ മനസ്സിലാവുന്നതിനെ കുറിച്ചാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? ജീവൻ കിട്ടുക എന്ന് പറഞ്ഞത്. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ജീവൻ കിട്ടുക എന്നാണ് അർത്ഥം. ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് വരിക എന്നാണ് അർത്ഥം. വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. പിന്നെ ആ ജീവനും കൊണ്ട്, ഈ പ്രകാശവും കൊണ്ട് അയാൾ മനുഷ്യർക്കിടയിലൂടെ നടക്കുന്നു. ഏറ്റവും വലിയ ഹയാത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിദായത്താണ്. അത് ഒരാൾക്ക് കൊടുത്താൽ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഖൈബർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ റിസ്ലിക്, അവിടെ പോയാൽ തിരക്കൂട്ടരുത്, അതിൻ്റെ സാഹത്തിൽ നിന്ന് ഉറക്ക വിളിച്ച് പറയണമെന്നാണ്. ഉദ്ഉഹും മിനൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അള്ളാഹുവിൻ്റെ ഹക്ക് എന്താണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ നൽകേണ്ടുന്ന അവകാശം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ശത്രുക്കളുടെ കോട്ടയുടെ മുന്നിൽ ചെന്നാൽ അവർ ഞങ്ങളെപ്പോലെ ആവുന്നത് പോലെ, അല്ലെങ്കിൽ ആവുന്നത് വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പോയ ഉടനെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല അലാ റിസ്ലിക്, സാവകാശം കാണിക്കണം, എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അള്ളാഹുവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, വല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നിഅം. അള്ളാഹുവാണ് ഓ അലി, നിന്റെ സംസാരം കാരണത്താൽ അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകിയാൽ, ഒരു റിവായത്തിലുള്ളത് ബിഹുദാക്ക് എന്നാണ്, വല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിഹുദാക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നിഅം. നിന്റെ ബയാന് കാരണം, നിന്റെ വിശദീകരണം കാരണം ലലാലത്തിലുള്ള ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയാൽ ചുവന്നു തുടുത്ത ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ അതാണ് അലി ഖൈറായിട്ടുള്ളത്. നമ്മളുടെ ഒരു ബയാന് കാരണം, നമ്മുടെ ഒരു വിശദീകരണം കാരണം മറ്റൊരാൾക്ക് ഇസ്ലാമിനെ മനസ്സിലാവണം. അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണോ, ഏത് സുന്നത്തിലാണോ അയാൾ തെറ്റിപ്പോയത്, അതിൽ നിന്ന് ശരിയായ സുന്നത്തിലേക്ക് നമ്മളുടെ സംസാരം കാരണം ഒരാൾ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഹൈറായ മറ്റൊന്നില്ല. അത് മനുഷ്യർക്ക് ജീവൻ നൽകുന്ന ഏർപ്പാടാണത്, കൽബിന് ജീവൻ നൽകലാണത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരലാണത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഹൈറായ പ്രവർത്തനം എന്ന് പറയുന്നത് ദഅവത്താണ്. അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുക. നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ടോ, അതിന് ഏറ്റവും ഹൈറായ മാർഗം ദഅവത്തിൻ്റെ മാർഗത്തിലാണ്. നമ്മുടെ ശാരീരികമായ അധ്വാനം, നമ്മുടെ ദിഷണ, നമ്മുടെ ബുദ്ധി, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ കഴിവുകൾ നാം ചെലവഴിക്കേണ്ടുന്ന ഏറ്റവും ഹൈറായ മേഖല ദഅവത്തിൻ്റെ മേഖലയാണ്, പ്രബോധനത്തിൻ്റെ മേഖലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സംഘം ഉണ്ടാകണം എന്നാണ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാകണം, ഒരു വിഭാഗം ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾ ഒന്നായി ചേർന്ന് ഖൈറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൂ. വീണ്ടും പറയുന്നു സൂറത്ത് ആല ഇമ്രാനിൽ, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്താണ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ലോക ജനത നമ്മെ ആവശ്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആളുകൾ നമ്മെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞോട്ടെ, പക്ഷേ ഈ ജനതക്ക് നമ്മെ ആവശ്യമുണ്ട്. അവർ വലിയ ഇരുട്ടിലാണ്, അവർ അങ്ങേയറ്റം അപകടത്തിലാണ്. അവർ ഏതൊരു അപകടത്തിലാണോ, അവരേതൊരു ഇരുട്ടിലാണോ, ആ ഇരുട്ടിനെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ അന്ധകാരങ്ങളിൽ നിന്ന്, ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ജീവനുള്ള അവസ്ഥയിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം.
അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്താണ്. ദഅവത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെയും മൂസാ നബിയോട് അള്ളാഹു പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കാണ് അത് ബോധ്യപ്പെടുന്നത്. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ. അന്ധകാരങ്ങളിൽ നിന്ന് താങ്കളുടെ ജനതയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരൂ. വദക്കിറുഹും ബി അയ്യാമില്ലാഹ്. അള്ളാഹുവിൻ്റെ ദിവസങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുക. ഇവിടെ അയ്യാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിർഔനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതാവാം, മറ്റു അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചതാകാം. അതേസമയത്ത് ചില തഫ്സീറുകളിൽ കാണാം, ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു സൈദ് റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, വദക്കിറുഹും ബി അയ്യാമില്ലാ ഐ അയ്യാമുഹുല്ലതി ഇൻതഖമ ഫീഹാ മിൻ അഹ്ലി മആസിഹി മിനൽ ഉമം ഖവ്വിഫുഹും ബിഹാ വഹദ്ദിറുഹും ഇയ്യാഹാ വദക്കിറുഹും അൻ യുസീബഹും മാ അസാബല്ലദീന മിൻ ഖബ്ലിഹിം. പൂർവകാല സമൂഹത്തെ, അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടിയ ദിവസങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുക. എങ്ങനെയാണ് നൂഹ് നബിയുടെ ജനതയ്ക്ക് സംഭവിച്ചത്, അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ധിക്കാരികളായ ആളുകൾക്ക് വന്നിറങ്ങിയ ദിവസങ്ങളെക്കുറിച്ച്, ആ ശിക്ഷകളെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാം മഅനയിൽ ഒന്ന് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നീട് പറയുന്ന വാചകം അതുല്യമായ ഒരു കാര്യമാണ്. ശരിക്കും പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, അതിൽ ദൃഷ്ടാന്തമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാം ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യഖിലൂൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യഅലമൂൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതദക്കറൂൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യദക്കറൂൻ. ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, വിവരമുള്ള, ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആനിൽ കാണാം. പക്ഷേ ഇതേപോലൊരു പ്രയോഗം അപൂർവമാണ്. എന്താണ്? ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലികുല്ലി സബ്ബാരിൻ, അങ്ങേയറ്റം ക്ഷമിക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ശക്കൂരിൻ, വലിയ നന്ദി കാണിക്കുന്ന ആളുകൾക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന് ഹക്ക് മനസ്സിലാകുന്നതിൽ നിന്ന് തടയുന്ന ഒരുപാട് വികാരങ്ങളുണ്ട്. അതിലൊന്നാണ് ക്ഷമകേട്. ധൃതി കാണിച്ചാൽ ഹക്ക് മനസ്സിലാവില്ല. തിരക്കൂട്ടരുത്. തഅന്നി, സാവകാശം കാണിക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ഇൽമു പഠിക്കാൻ വന്നു. എന്താ പറഞ്ഞത്? ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ, ക്ഷമിച്ചു നിൽക്കാൻ പറ്റൂല. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിക്കും. കാരണം പഠിക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമാലുക്കൾക്കേ ആയാത്തുകൾ ഉപകാരപ്പെടുള്ളൂ. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇദാ മസ്സഹു ശർറു ജസൂഅ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അവനൊരു ഷർറ് വന്നാൽ വളരെയധികം അവൻ അക്ഷമനാണ്, തിരക്ക് കൂട്ടുന്നവനാണ്. ഖുലിഖൽ ഇൻസാനു അജൂല, മനുഷ്യൻ ധൃതി വെക്കുന്നവനാണ്, തിരക്ക് കൂട്ടാണ്. തിരക്കുണ്ടാവരുത്, ക്ഷമ വേണം. ക്ഷമ എന്നത് അള്ളാഹു മനുഷ്യനിൽ നിന്ന് പ്രധാനമായും 2 ഇബാദത്തുകളാണ് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പഠിച്ചു വെക്കുക. 2 സന്ദർഭങ്ങൾ അള്ളാഹു ലൈഫിൽ തരും. ഈ 2 സന്ദർഭങ്ങൾ 2 ഇബാദത്തിന് വേണ്ടിയാണ്. അതിൽ ഒന്ന് പരീക്ഷണങ്ങളാണ്. നിരന്തരമായ പരീക്ഷണങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. എന്തിനാ പരീക്ഷണങ്ങൾ? പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്ന ഇബാദത്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. 2 അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും. അനുഗ്രഹങ്ങൾ തരുമ്പോൾ നന്ദി കാണിക്കുക എന്നുള്ള ഇബാദത്താണ് അള്ളാഹു പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളില്ലാത്തൊരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല. ആരും അത് സ്വപ്നം കാണരുത്, ആരും അത് വ്യാമോഹിക്കരുത്. കടുത്ത പരീക്ഷണങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ഒരു മുഅ്മിനും ഉണ്ടാവില്ല. കാരണം
ക്ഷമയെന്ന ഉബൂദിയത്ത്, ക്ഷമയെന്ന ഇബാദത്ത് നമ്മളിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ പരീക്ഷണമുണ്ടായേ മതിയാകൂ. നാം ക്ഷമിക്കുന്നുണ്ടോ എന്ന് റബ്ബിന് പരിശോധിക്കണമെങ്കിൽ പരീക്ഷണം തന്നേ മതിയാകൂ. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിൽ നിന്ന് പല നിലക്കുമുള്ള പരീക്ഷണങ്ങളുണ്ടാകും. ക്ഷമ അവലംബിക്കുന്നവർക്കൊക്കെ അതിൽ ഉൾക്കാഴ്ചയുണ്ടാകും. റഹ്മാനായ റബ്ബിൻ്റെ ഹിക്മത്തിനെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടും. അവർ ക്ഷമ അവലംബിക്കുകയും റബ്ബിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യും. അവർക്കേ ദൃഷ്ടാന്തങ്ങൾ ഉപകാരപ്പെടുള്ളൂ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ. അതുകൊണ്ടാണ് സബറും ശുക്റും ഒരുപാട് സ്ഥലങ്ങളിൽ ചേർത്ത് പറഞ്ഞത് കാണാം. സ്വഹീഹായ ഹദീസിൽ വന്നില്ലേ, അജബൽ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഇൻ അസാബതുഹു സറാ ശകറ ഫഹുവ ഖൈറുൽ ലഹ് വ ഇൻ അസാബതുഹു ളറാ സബറ ഫഹുവ ഖൈറുൽ ലഹ്. ഉപകാരം ഉണ്ടായാൽ, അനുഗ്രഹം ഉണ്ടായാൽ നന്ദി കാണിക്കും, പ്രയാസങ്ങളുണ്ടായാൽ ക്ഷമിക്കും. മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതം തന്നെ. അപ്പോൾ ഒരാളുടെ ഈമാനിനെ അളക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പരീക്ഷണങ്ങളും, മറ്റൊന്ന് അനുഗ്രഹങ്ങളും. പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ നാം ചെയ്യേണ്ട ഇബാദത്ത് ക്ഷമയാണ്. അനുഗ്രഹങ്ങളുണ്ടാകുമ്പോൾ നമ്മിൽ നിന്ന് വേണ്ട ഇബാദത്ത് നന്ദി കാണിക്കലാണ്. അങ്ങനെയുള്ളവർക്കേ ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഉപകാരപ്പെടുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. അങ്ങേയറ്റം ക്ഷമിക്കുന്ന, അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ അത് പ്രത്യേകം പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ വദക്കിറുഹും ബി അയ്യാമില്ല എന്നതിൽ ഇത് രണ്ടുമുണ്ട്. ഒന്ന് ഫിർഔനിൽ നിന്നുള്ള കടുത്ത പരീക്ഷണം. അതെന്താണ്? അത് പരീക്ഷണങ്ങളാണ്. അവിടെ എന്താ വേണ്ടത്? സബറാ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും മന്നും സൽവയും അടക്കമുള്ള ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകി. അത് എന്തിനു വേണ്ടിയാണ്? അത് ശുക്റിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ശുക്ർ ഉണ്ടാവണം, സബറും ഉണ്ടാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ ഖാല നിഅമൽ അബ്ദു അബ്ദുൻ. ഒരടിമ എത്ര നല്ല അടിമയാണ്. നിഅമൽ അബ്ദു അബ്ദുൻ ഇദാ ബുതുലിയ സബർ വ ഇദാ ഉഅതിയ ശകർ. പരീക്ഷണങ്ങൾ വന്നാൽ ക്ഷമിക്കും, അള്ളാഹു വല്ല അനുഗ്രഹങ്ങൾ നൽകിയാൽ നന്ദി കാണിക്കും. അങ്ങനെയുള്ള അടിമകൾ എത്ര നല്ല അടിമകളാണ് എന്ന് ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് തഫ്സീറിൽ കാണാം. നാം നേരത്തെ പറഞ്ഞ ആ വദക്കിറുഹും ബി അയ്യാമില്ല എന്ന തഫ്സീറിനെ ശക്തിപ്പെടുത്തുന്നതാണ് അടുത്ത വചനം. നോക്കൂ നിങ്ങൾ, വഇദ് ഖാല മൂസ ലി ഖൗമിഹി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. ദക്കറ യദ്കുറു ദിക്റ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഉദ്കുർ എന്ന് പറഞ്ഞാൽ ഓർക്കുക. ഉദ്കുറു ജനങ്ങളെ നിങ്ങൾ ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. എപ്പോൾ? ഇത് അൻജാക്കും, അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. അൻജാ യുൻജി ഇൻജാഅൻ, നജാത്ത് നൽകുക, രക്ഷപ്പെടുത്തുക. ഇത് അൻജാക്കും മിൻ ആലി ഫിർഔൻ, ഫിർഔനിൻ്റെ ആളുകളിൽ നിന്ന്, അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഫിർഔൻ എന്താ ചെയ്തത്? യസൂമൂനക്കും, അവൻ നിങ്ങളെ ബാധിപ്പിച്ചു. സാമ യസൂമു സൗം എന്ന് പറഞ്ഞാൽ ഐബിസീൻ, സ്വാദല്ല, സ്വാമ അല്ല, അത് നോമ്പാണ്. സാമ യസൂമു സൗമുൻ ഔ സുവാമുൻ. യസൂമൂനക്കും അഥവാ നിങ്ങളെ ബാധിപ്പിച്ചപ്പോൾ എന്ത്? സൂ അൽ അദാബ്, മോശമായ ശിക്ഷകൾ, വളരെ പ്രയാസപ്പെടുത്തുന്ന ശിക്ഷകൾ, ചെറുതൊന്നുമല്ല, സൂഉൽ ആദാബാണ്. എത്രത്തോളം? വയുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ മക്കളെ അവനെ ദബ്ഹ് ചെയ്തു. ദബ്ഹ എന്ന് പറഞ്ഞാൽ അറുക്കുക, അറുകൊല ചെയ്യുക. അതുകൊണ്ടാണ് ഷദ് ചേർത്തുകൊണ്ട് പറഞ്ഞത്. യുദബ്ബിഹൂന ദബ്ബഹ, യുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺകുട്ടികളെ, ഇബ്നിൻ്റെ ജംആണ് അബ്ന, നിങ്ങളുടെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു. വയസ്തഹ്യൂന നിസാഅക്കും, സ്ത്രീകളെ ജീവിക്കാൻ വിട്ടു. ഇസ്തഹ്യ എന്ന് പറഞ്ഞാൽ ഹയാത്ത്, ജീവിക്കാൻ വിടുക, ജീവൻ നൽകുക എന്നല്ല, കൊല്ലാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ, പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടു, അവരെ കൊണ്ട് ഹിദ്മത്ത് ചെയ്യിപ്പിക്കുവാനും മറ്റു ചൂഷണങ്ങൾക്കും വേണ്ടി. അതേ സന്ദർഭത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വിപ്ലവം നയിക്കാനോ മറ്റോ ശക്തരല്ല.
എന്നാൽ പുരുഷന്മാരിൽ നിന്ന് അതുണ്ടാകാമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഫിറഔനിൻ്റെ ചില ജ്യോത്സ്യന്മാർ, ഫറോവമാരുടെ ജ്യോത്സ്യന്മാർ പറഞ്ഞു 2 സന്ദർഭങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. ഒന്ന്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന ആ സാഹചര്യത്തിൽ ഫിറഔനിൻ്റെ ചില ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുത്തു, ബനൂ ഇസ്രായേലിൽ ഒരു ആൺകുട്ടി വരുന്നുണ്ട്, ആ ആൺകുട്ടി നിൻ്റെ കഥ കഴിക്കും, നിൻ്റെ അന്ത്യം ആ ആൺകുട്ടിയിലൂടെ ആയിരിക്കും. അതല്ല, ഫിറഔൻ സ്വപ്നം കണ്ടതാണ് എന്ന അഭിപ്രായമുണ്ട്. അപ്പോഴാണ് എന്നാൽ പിന്നെ ഇനി ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയണം എന്ന് ഫിറഔൻ വിചാരിച്ചത്. പക്ഷേ എന്തു വലിയ തന്ത്രം നടത്തിയിട്ടും നിങ്ങൾ നോക്കൂ, റഹ്മാനായ റബ്ബ് ഈ തീരുമാനം പറഞ്ഞ ഫിറഔനിൻ്റെ വീട്ടിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്നത്. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു പ്രതാപിയും മഗാധജ്ഞനുമാണ്. വമക്കറൂ വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. ആ ഫിറഔനിൻ്റെ കൊട്ടാരത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്നത്. അള്ളാഹു അതിനൊക്കെ കഴിവുള്ളവനാണ്. നമ്മൾ ക്ഷമകേട് കാണിക്കരുത്, നമ്മൾ ക്ഷമകേട് കാണിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് പേടിക്കണ്ട, ക്ഷമകേട് കാണിക്കാതിരിക്കൂ. ക്ഷമിക്കുന്നവർക്കേ ആയാത്തുകൾ ഉപകാരപ്പെടുള്ളൂ. ക്ഷമകേട് കാണിച്ചാൽ ഈ ആയത്തൊന്നും തെളിവാവില്ല. നിങ്ങൾ നോക്കൂ, നിരന്തരമായി ഖുർആൻ വായിക്കുന്നവർ, നിരന്തരമായി ഖുർആൻ ക്ലാസ് കേൾക്കുന്നവർ, നിരന്തരമായി ഹദീസുകൾ കേൾക്കുന്നവർ, നിരന്തരമായി ചരിത്രം പഠിച്ചവർ, പ്രവാചകന്മാരുടെയും സഹാബത്തിൻ്റെയും ചരിത്രം ആവേശത്തോടുകൂടി കേട്ടിരിക്കുന്നവർ, പക്ഷേ വാട്സപ്പ് തുറക്കുമ്പോഴേക്ക് ഈ പഠിച്ച ആയത്തൊക്കെ മറന്നുപോയി, ഈ ഹദീസൊക്കെ മറന്നുപോയി, ഈ ചരിത്രമൊക്കെ മറന്നുപോയി, വെപ്രാളപ്പെടുകയാണ്, ബേജാറാവുകയാണ്. ക്ഷമിക്കൂ, അവിടെ ഉപകാരപ്പെടുള്ളൂ, ക്ഷമിച്ചാലേ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഇവിടെ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം, ഇത് അൻജാക്കും മിൻ ആലി ഫിറഔന യസൂമൂനക്കും സൂഅൽ അദാബ് വയുദബ്ബിഹൂന അബ്നാഅക്കും. അവിടെ അത്ഫിൻ്റെ വാവാണ് എന്ന് പറഞ്ഞാൽ ഈ ദബ്ഹിന് പുറമെ സൂഉൽ അദാബ് വേറെ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു ദബ്ഹ് മാത്രമല്ല, അത് അവസാനത്തതാണ്. അതല്ലാതെയും ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ത്? വയുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം. വഫീ ദാലികും, അതിലുണ്ട്, ബലാഉൻ, പരീക്ഷണമുണ്ട്, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്, അളീം, വമ്പിച്ച. ഒരുപാട് വിശദീകരിക്കേണ്ട ആയത്താണ്. ഇതിലെ ഓരോ വേർഡുകളും ഞാനും നിങ്ങളും പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് അഖീദയായി പ്രഖ്യാപിക്കേണ്ട വേർഡുകളാണ്. അതിലൊന്ന്, ഇവിടെ നിങ്ങൾ നോക്കൂ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ ജനതയെ ഓർമ്മപ്പെടുത്താൻ പറയുന്ന കാര്യം തന്നെ നോക്കൂ നിങ്ങൾ. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. പതിറ്റാണ്ടുകൾ ഫറോവമാരുടെ, ഒരു ഫിറഔൻ മാത്രമല്ല, അതൊരു സ്ഥാനപ്പേരാണ്, ഒരുപാട് ഫറോവമാരുടെ കീഴിൽ പതിറ്റാണ്ടുകളോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോ കൊടിയ പീഡനം അനുഭവിച്ചിട്ടും അത് ഓർക്ക് നല്ല പറയുന്നത് അത് വിഷയമല്ല, അതല്ല വിഷയം. ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും എന്നാണ്. അതല്ലാതെ കഴിഞ്ഞകാല പീഡന കാലഘട്ടം ഓർക്കൂ എന്നാണോ പറഞ്ഞത്? അല്ല, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കൂ. ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളുടെ നടുവിൽ നിന്നിട്ടും മനുഷ്യൻ ആരോ എന്തോ പറയുന്ന കാര്യമോർത്ത് ബേജാറാവുന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധിക്കുന്നേയില്ല. നാം ഏത് നാട്ടിലാകട്ടെ, ആ നാടുകളിലൊക്കെ നാം റബ്ബിൽ നിന്ന് അനുഭവിക്കുന്ന ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും സംസാരമില്ല, അതിനെക്കുറിച്ചുള്ള എഴുത്തില്ല, അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളില്ല. പിന്നെ ഈ ബേജാറ് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കൂ പ്രിയപ്പെട്ടവരെ. ജനതയോട് പറയുകയാണ്, ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് അൻജാകും മിൻ ആലി ഫിർഔൻ. ഫിർഔനിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്, അതിനെക്കുറിച്ച് ഓർക്ക്. ഫിർഔൻ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചല്ല, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. യസൂമൂനക്കും സൂഅൽ അദാബ്, നിങ്ങളെ കഠിനമായ പീഡനത്തിന് ഫിർഔന് വിധേയമാക്കിയിട്ടുണ്ട്. വയുദബ്ബിഹൂന അബ്നാഅക്കും, ആൺകുട്ടികൾ അവൻ അറുകൊല ചെയ്തിട്ടുണ്ട്. വയസ്തഹ്യൂന നിസാഅക്കും, പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഓർക്കേണ്ടത്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയുന്നത്, വഫീ ദാലിക്കും, അതിലുണ്ട് ബലാഉൻ, പരീക്ഷണമുണ്ട്. എവിടുന്ന്?
മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ആരിൽ നിന്നുള്ള ബലാ? അള്ളാഹുവിൽ നിന്ന്. എന്തിന്? ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലികുല്ലി സബ്ബാരിൻ ശകൂർ, സബ്ബാറുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്, സാബിരീങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്, ക്ഷമാലുക്കളെ അറിയാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് റബ്ബിൽ നിന്നുള്ളതാണ്. സബബുകൾ എന്തോ ആയിക്കോട്ടെ, ഏത് നാട്ടിലെയും ക്രൂരനായ ഭരണാധികാരിയെ റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ അയാളിൽ നിന്നൊന്നും സംഭവിക്കുന്നില്ല. ഒരു തീരുമാനങ്ങളും ഒരാളിൽ നിന്നും റഹ്മാനായ റബ്ബിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഉണ്ടാകുന്നില്ല. ഇന്നമൻ നജ്വാ മിനശ് ശൈത്താനി ലിയഹ്സുനല്ലദീന ആമനൂ വലൈസ ബിദാർരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. കൂടിയാലോചനകൾ നടത്തുന്നത് പിശാചുക്കളാണ്, വിശ്വാസികളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകളാണത്. അത് ഒരു ഉപദ്രവവും നിങ്ങൾക്ക് വരുത്തൂല റബ്ബിൻ്റെ അനുമതി പ്രകാരമല്ലാതെ. അതുകൊണ്ട് ഹൃദയത്തിൽ ഈമാനുള്ളവർ ലോകങ്ങളുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് സൂറത്തുൽ മുജാദലയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇത് റബ്ബിൽ നിന്നുള്ളതാണ്. ഓരോ പരീക്ഷണങ്ങളും, ഓരോ അക്രമങ്ങളും, ഓരോ അനീതിയും, ഓരോ പേടിപ്പെടുത്തലും റബ്ബിൻ്റെ തീരുമാനപ്രകാരം നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകുന്നതാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം, വമ്പിച്ച പരീക്ഷണമാണ് എന്ന് മാത്രമല്ല, ഇതിന് ശേഷമുള്ള ആയത്തിൻ്റെ പിൻബലത്തോടു കൂടിയും അല്ലാതെ മറ്റു ആയത്തുകളുടെ പിൻബലത്തോടു കൂടിയും അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു തഫ്സീർ, അത് എന്നെയും നിങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട തഫ്സീറാണ്. ഇവിടെ പ്രഥമ ദൃഷ്ടിയ ഒരാളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അളീം, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് കടുത്ത പരീക്ഷണമുണ്ട്. ഏതിലാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന? ഏതാണ്? വയുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും യസൂമൂനക്കും സൂഅൽ അദാബ് വയുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. എന്നാൽ അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദ്യത്തെ തഫ്സീർ എന്തെന്നറിയുമോ? ഐ നിഅമത്തുൻ അളീമത്തുൻ മിൻഹു അലൈക്കും ഫീ ദാലിക് അൻതും ആജിസൂന അനിൽ ഖിയാമി ബിശുക്രിഹാ. ഇവിടെ ബലാ എന്ന് പറഞ്ഞത് ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് ബലാ. അല്ലാഹു അക്ബർ. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു പരീക്ഷിച്ചതെങ്ങനെ? ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇനി നിങ്ങളെങ്ങനെ എന്തു ചെയ്യും? അവരെന്താ ചെയ്തത്? പശുക്കുട്ടീനെ ആരാധിക്കുക ചെയ്തത്. പിന്നെ മആദല്ലാഹ്, നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറയാണ് ചെയ്തത്. ഒട്ടനവധി അനുസരണക്കേട് കാണിക്കുക ചെയ്തത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ബലാ ആണ്, പരീക്ഷണമാണ്. ആരോഗ്യം പരീക്ഷണമാണ്, സ്വാതന്ത്ര്യം പരീക്ഷണമാണ്. എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം നൽകിയില്ലേ? നൽകി. ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാനുള്ള അവസരം നൽകിയില്ലേ? ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? ജാറങ്ങളും മക്ബറകളും അവയുടെ ചുറ്റിലും തവാഫ് ചെയ്യുകയല്ലായിരുന്നോ നിങ്ങളിൽ മഹാഭൂരിപക്ഷവും? സൃഷ്ടികളെ ആരാധിക്കുകയല്ലായിരുന്നോ നിങ്ങളിൽ മഹാഭൂരിപക്ഷവും? സൃഷ്ടികളെ അല്ലാഹ് എന്ന് പേര് കൊടുത്ത് അല്ലാഹ് തന്നെയാണ് എന്ന് പറയുകയല്ലായിരുന്നോ നിങ്ങൾ? അങ്ങനെ റബ്ബിന് നൽകേണ്ട സ്ഥാനങ്ങൾ മുഴുവൻ വലിയകൾക്ക് നൽകി, ഇല്ലാത്ത കഥകൾ പറഞ്ഞ്, കള്ളക്കറാമത്തുകൾ പറഞ്ഞ്, പലതിൻ്റെയും പേരിൽ സൃഷ്ടികളെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ഖുർആനിൽ നിന്നകന്ന്, സുന്നത്തിൽ നിന്നകന്ന് ഖുറാഫാത്തും ശിർക്കും ബിദ്അത്തും തോന്നിവാസവും വൃത്തികേടുകളും ചെയ്യുന്നു. റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ അത് യഥാർത്ഥത്തിൽ പരീക്ഷണമായിരുന്നു, പക്ഷേ ശുക്ർ കാണിച്ചില്ല. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. പക്ഷെ ആ ശുക്റും ഉണ്ടായില്ല, സബ്റും ഉണ്ടായില്ല. ഇത് രണ്ടും ഇല്ലാതെ എങ്ങനെയാണ് വിജയിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിഅമത്തുൻ അളീമത്തുൻ മിൻഹു അലൈക്കും ഫീ ദാലിക് അൻതും ആജിസൂന അനിൽ ഖിയാമി ബിശുക്രിഹാ. അത്രയും വലിയ നിഅമത്താണ്, പക്ഷേ നിങ്ങൾ തോറ്റുപോയി അതിന് നന്ദി കാണിക്കാൻ തോറ്റുപോയി. വഖീല, ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്, അത് രണ്ടാമത്തതാണ്. ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? വഫീമാ കാന യസ്നഉഹു ബിക്കും ഖൗമു ഫിർഔന മിൻ തിൽക്കൽ അഫാഈൽ. ഫിർഔൻ ചെയ്ത അത്തരം ശിക്ഷാ നടപടികൾ, ഐ ഇഖ്തിബാറുൻ അളീം, അതിലൊരുപാട് പരീക്ഷണങ്ങളുണ്ട്. എന്നിട്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വയുഹ്തമലു അൻ യകൂനൽ മുറാദു ഹാദാ വഹാദാ വല്ലാഹു അഅലം. ഇത് രണ്ടുമാകാം. എന്നിട്ട് പക്ഷേ അദ്ദേഹം ആദ്യം പറഞ്ഞതിന് തെളിവ് കൊണ്ടുവരികയാണ്. സൂറത്തുൽ അറാഫിലെ 168-ാമത്തെ ആയത്ത്, വബലൗനാഹും ബിൽ ഹസനാ
ഹസനാത്ത് വബലൗനാഹും ബിൽ ഹസനാത്ത്, നന്മകൾ കൊണ്ട് നാം അവരെ പരീക്ഷിച്ചു, വസ്സയ്യിആത്ത്, തിന്മകൾ കൊണ്ടും പരീക്ഷിച്ചു, ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുവാൻ വേണ്ടി. അപ്പോൾ സയ്യിഅത്ത് കൊണ്ട് മാത്രമല്ല പരീക്ഷണം, മറിച്ച് ഇവിടെ തഖ്ദീം ചെയ്തത് വബലൗനാഹും ബിൽ ഹസനാത്ത് എന്ന് പറഞ്ഞിട്ടാണ് വസ്സയ്യിആത്ത് എന്ന് പറഞ്ഞത്. ഹസനത്ത് കൊണ്ട് പരീക്ഷിക്കും. എല്ലാ നന്മകളും ബല ആണ്. ശുക്ർ കാണിച്ചോ? ഇല്ലെങ്കിൽ എടുക്കപ്പെടും. ഇൻഷാ അല്ലാഹ് അടുത്ത വചനങ്ങളിൽ അതുണ്ട്. അതേപോലെ തന്നെ മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ സിംഹാസനം വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, ഇത് റബ്ബിൻ്റെ ഫദ്ലാണ്, ഇതെനിക്കൊരു ബല ആണ്, ഇതൊരു പരീക്ഷണമാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് സബ്ബാറുകളാവുക, ഷക്കൂറുകളാവുക, ധാരാളമായി അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരാവുക, ധാരാളമായി ക്ഷമ അവലംബിക്കുന്നവരാവുക, അള്ളാഹുവിൻ്റെ വചനങ്ങളെ ആഴത്തിലിരുന്ന് ചിന്തിക്കുക, ഉൾക്കൊള്ളുക. ഈ വക വചനങ്ങളൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് തികഞ്ഞ ഉൾക്കാഴ്ച ലഭിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അത് പഠിക്കാനുള്ള ഭാഗ്യം നൽകി എന്നുള്ളത് അതിനേക്കാൾ വലിയ നിഅമത്താണ്. ആ നിഅമത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഇതേപോലെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും മഹ്ശറിലെ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ബറക്കത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ മക്കൾക്കും ഇണകൾക്കും നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ബറക്കത്ത് നൽകുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ മരണം വരെ അടിയുറച്ചു നിൽക്കുവാനുള്ള കെൽപ്പും തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും ഏത് രാജ്യങ്ങളിലും കുതന്ത്രങ്ങൾ മെനയുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തട്ടെ. അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടട്ടെ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.